എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 165 ഒന്നാമത്തെ ചോദ്യമാണ് ചെയ്തു നിർത്തിയത് അല്ലേ. ഇനി നമുക്കതിലെ രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. എന്താണ് ചോദ്യം? പ്രൂവ് ദാറ്റ് ദി ടാൻജൻറ്റ്സ് ഡ്രോൺ അറ്റ് ദി ടു എൻഡ്സ് ഓഫ് എ ഡയമീറ്റർ ഓഫ് എ സർക്കിൾ ആർ പാരലൽ. അതായത് ഒരു വൃത്തത്തിന്റെ ഡയമീറ്റർ, അതായത് വ്യാസം അല്ലെ, വ്യാസത്തിന്റെ രണ്ട് അറ്റങ്ങളിൽ വരയ്ക്കുന്ന ടാൻജന്റുകൾ, അതായത് തൊടുവരകൾ എന്താണെന്ന് തെളിയിക്കണം. അത് രണ്ടും സമാന്തരമാണ്, പാരലാണ് എന്ന് നമ്മൾ തെളിയിക്കണം. ചോദ്യം മനസ്സിലായല്ലോ. ഒരു സർക്കിളിന്റെ ഡയമീറ്ററിന്റെ രണ്ടറ്റത്ത് നിന്ന് വരയ്ക്കുന്ന തൊടുവരകൾ, അതായത് ടാൻജന്റുകൾ എന്താണെന്ന്, രണ്ടും പാരലാണ്, രണ്ടും സമാന്തരമാണ് എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പഠിച്ചത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു ഒരു വൃത്തത്തിലെ ഒരു ബിന്ദുവിലൂടെ കടന്നു പോകുന്ന ടാൻജന്റ്. ഇപ്പൊ ഇത് ഒരു പോയിന്റ് അല്ലേ, അപ്പൊ ഇതിലൂടെ ഒരു ടാൻജന്റ് കടന്നു പോകുന്നല്ലേ. ഈ ടാൻജന്റ് ആ ബിന്ദു ഉൾപ്പെടുന്ന ഡയമീറ്റർ, അതായത് വ്യാസം, ആ വ്യാസം അല്ലെങ്കിൽ ആരം അതിനെന്തായിരിക്കും? അതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും അല്ലെ. അതിന് ആ ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും അല്ലെ. ഇതാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പൊ നമുക്ക് ഇതേ കാര്യം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം നമ്മുടെ ഈ ഡയമീറ്റർ എന്ത് കൊടുക്കുക? ഒരു പേര് കൊടുക്കുക, എ ബി. ഡയമീറ്ററിന് എ ബി എന്ന് പേര് കൊടുത്തു. ഇനി നമുക്ക് ഈ ടാൻജന്റിന് പി പി ക്യു, ഇനി അടുത്തത് ആർ എസ്. ഓക്കെ അല്ലേ. അപ്പൊ ടാൻജന്റ് നമ്മൾ പേര് കൊടുത്തു, പി ക്യു ആർ എസ് നമ്മൾ പേര് കൊടുത്തു. ഇനി നോക്കിയേ, നാം ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതനുസരിച്ച് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഈ എ ബി എന്ന് പറയുന്നത് അല്ലെ, എ ബി എന്ന് പറയുന്നത്, അതായത് ഇത് എന്താണ്? ഇത് വ്യാസമാണ്. അത് ഏതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും? പി ക്യൂവിന് പെർപെൻഡിക്കുലർ ആയിരിക്കും അല്ലെ. അതാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പൊ നമുക്ക് ആദ്യം ഇത് എഴുതാലോ. എ ബി ഈസ് പെർപെൻഡിക്കുലർ ടു പി ക്യു അല്ലെ. പി ക്യൂവിന് പെർപെൻഡിക്കുലർ ആണ്. ഇനി അതുപോലെ തന്നെ നോക്കിയേ, ഈ വ്യാസം അല്ലെ, വ്യാസത്തിന്റെ ഈ അറ്റം അല്ലെ, ഇവിടെയും ഒരു ടാൻജന്റ് ഉണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ഇവിടെയും എന്തായിരിക്കും? 90 ഡിഗ്രി തന്നെ ആയിരിക്കും. ഇവിടെ 90 ഡിഗ്രി ആയ പോലെ തന്നെ ഇവിടെയും 90 ഡിഗ്രി ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് അടുത്ത അത് എഴുതിക്കൂടെ? അതായത് എ ബി ഏതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും? ഏതിന് ലംബമായിരിക്കും? ആർ എസിന് ലംബമായിരിക്കും അല്ലെ. അപ്പൊ എ ബി ഈസ് പെർപെൻഡിക്കുലർ ടു ആർ എസ്. എഴുതിയ കാര്യം മനസ്സിലായല്ലോ. ഈ വ്യാസം പി ക്യൂവിന് പെർപെൻഡിക്കുലർ ആണ്. അതുപോലെ തന്നെ ഇത് ഏതിന് പെർപെൻഡിക്കുലർ ആണ്? ആർ എസിനും പെർപെൻഡിക്കുലർ ആണ്. ഇതാണ് നമ്മൾ എഴുതിയത്. ഇനി നോക്കിയാൽ നമുക്കറിയാം, ഒരു ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് രണ്ട് വരകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ രണ്ട് ലൈനുകൾ ഉണ്ടെങ്കിൽ ഈ രണ്ട് ലൈനുകൾ എന്തായിരിക്കും? പാരലായിരിക്കും. മനസ്സിലായോ? അതായത് ഇപ്പൊ നോക്കിയാൽ ഒരു ലൈൻ, ഇപ്പൊ ഇത് ഒരു ലൈൻ അല്ലെ, ഒരു വര, അതിന് പെർപെൻഡിക്കുലർ, ഇപ്പൊ ഇതിന് പെർപെൻഡിക്കുലർ അല്ലെ, ഇതിന് പെർപെൻഡിക്കുലർ ആണ് ഈ ലൈൻ. ഇനി ഇതിന് പെർപെൻഡിക്കുലർ ആയി ഞാൻ മറ്റൊരു ലൈൻ കൂടി വരച്ചെന്ന് വിചാരിക്കുക. ഞാൻ ഇപ്പൊ ഇങ്ങനെ ഒരു ലൈൻ കൂടി വരച്ചു. അപ്പൊ നോക്കിയാൽ, അപ്പൊ ഇതിന് പെർപെൻഡിക്കുലർ ആണ് ഇത് അല്ലെ. പിന്നെയോ ഇതിന് പെർപെൻഡിക്കുലർ ആണ് ഇതും അല്ലെ. അപ്പൊ അതായത് ഈ രണ്ട് വരകൾ എന്തിന് പെർപെൻഡിക്കുലർ ആണ്? ഇങ്ങനെ പെർപെൻഡിക്കുലർ ആണ്. ഈ വരക്ക് പെർപെൻഡിക്കുലർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് വരകൾ എന്തായിരിക്കും? രണ്ട് വരകളും പാരലായിരിക്കും അല്ലെ, സമാന്തരമായിരിക്കും. അതിലൊരു സംശയമില്ല. ഇനി വേണമെങ്കിൽ നമുക്ക് നോക്കിയാൽ ഇങ്ങനെ വേണമെങ്കിൽ, ഇനിയിപ്പോൾ അത് പെട്ടെന്ന് മനസ്സിലാവാത്തവരൊന്നും നോക്കിയാൽ, രണ്ട് സമാന്തര വരകളെ ഒരു വര കട്ട് ചെയ്യുകയാണെങ്കിൽ കുറെ കോണുകൾ ഉണ്ടാവും അല്ലെ. അവ തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഉണ്ട് അല്ലെ. അപ്പൊ അവിടെ നോക്കിയാൽ ഇവിടെ ഈ ഒരു കോൺ അല്ലെ, ഈ ആംഗിൾ നാം എന്താ പറയാ? ആൾട്ടർനേറ്റ് ആംഗിൾ എന്ന് പറയും അല്ലെ. അപ്പോൾ ആൾട്ടർനേറ്റ് നമുക്കറിയാം, രണ്ട് സമാന്തര വരകളെ ഒരു വര കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആൾട്ടർനേറ്റ് ആംഗിൾ ഈക്വൽ ആണെന്ന് അറിയാം അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് നോക്കിയാൽ, ഇവിടെ ഈ രണ്ട് ആംഗിളുകളും ഈക്വൽ ആണ് അല്ലെ. അപ്പൊ രണ്ട് വരകളെ വേറൊരു വര കട്ട് ചെയ്യുന്നു, അപ്പോൾ ഉണ്ടാകുന്ന ഈ ആൾട്ടർനേറ്റ് ആംഗിൾ ഈക്വൽ ആണ്. ഈ ആംഗിൾ ഈക്വൽ ആകണമെങ്കിൽ എന്തായിരിക്കണം? ഈ രണ്ട് വരകളും സമാന്തരമായിരിക്കണം അല്ലെ. അപ്പൊ നമ്മൾ അങ്ങനെയൊന്നും എഴുതേണ്ട കാര്യമില്ല. നമ്മൾ ഇത്ര മാത്രം മനസ്സിലാക്കാം. അതായത് ഒരു ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് രണ്ട് വരകൾ വരച്ചു കഴിഞ്ഞാൽ ആ രണ്ട് വരകൾ എന്തായിരിക്കും? പാരലായിരിക്കും അല്ലെ. അപ്പൊ ഇവിടെ എന്താണ് സംഭവം? ഇവിടെ ഒരു ലൈൻ, ആ ലൈനിന് പെർപെൻഡിക്കുലർ ആയി അല്ലെ, ഇത് പെർപെൻഡിക്കുലർ ആണ്. അതുപോലെ തന്നെ ഈ ലൈനിന് ഇതും പെർപെൻഡിക്കുലർ ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ അതാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്, എ ബി പെർപെൻഡിക്കുലർ ടു പി ക്യു, ബി ക്യു പെർപെൻഡിക്കുലർ ടു ആർ എസ് അല്ലെ. അതായത് എ ബിക്ക് പി ക്യൂവും പെർപെൻഡിക്കുലർ ആണ്, എ ബിക്ക് ആർ എസും പെർപെൻഡിക്കുലർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെഴുതാം? സോ എന്തെഴുതാം നമുക്ക്? പി ക്യൂ ആൻഡ് ആർ എസ് ആർ പാരലൽ. ഇത്രയേ ഉള്ളൂ. ഇതിൽ വേറെ കൂടുതലായിട്ട് വിശദീകരിക്കേണ്ട ഒരു കാര്യമില്ല. ഇതിന് പെർപെൻഡിക്കുലർ, ഇതും ഇതിന് പെർപെൻഡിക്കുലർ അല്ലെ. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? പി ക്യൂവും ആർ എസും
പാരലായിരിക്കും, സമാന്തരമായിരിക്കും. മനസ്സിലായല്ലോ? ഇനി നമുക്ക് അടുത്ത ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. If the tangents are drawn to a circle at the ends of a pair of perpendicular diameter, what kind of quadrilateral do they form? എന്താണ് ചോദ്യം? അതായത് ഒരു സർക്കിള് അല്ലെ, ആ സർക്കിളിന്റെ രണ്ട് ഡയമീറ്ററുകൾ, രണ്ട് വ്യാസങ്ങൾ, ഒന്നിതും അല്ലെ, ഈ വ്യാസങ്ങളുടെ രണ്ട് അറ്റങ്ങൾ, അതായത് ഈ വ്യാസങ്ങൾ പറഞ്ഞിട്ടുണ്ട് പരസ്പരം പെർപെൻഡിക്കുലറായ രണ്ട് വ്യാസങ്ങൾ അല്ലെ. അപ്പൊ പരസ്പരം പെർപെൻഡിക്കുലറായ രണ്ട് വ്യാസങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ആംഗിൾ അല്ലെ, ഈ ആംഗിൾ ഒക്കെ എന്തായിരിക്കും? 90 ഡിഗ്രി വെച്ചായിരിക്കും അല്ലെ. ഇതാണ് പരസ്പരം പെർപെൻഡിക്കുലറായ ലംബമായ രണ്ട് വ്യാസങ്ങൾ. ഈ വ്യാസങ്ങളുടെ അറ്റത്തിൽ നിന്ന് എന്ത് വരച്ചിട്ടുണ്ട്? തൊടുവരകൾ വരച്ചിട്ടുണ്ട് അല്ലെ, അതായത് ടാൻജന്റുകൾ വരച്ചിട്ടുണ്ട്. അതായത് ഇപ്പൊ നോക്കിയാൽ ഇത് ഒരു വ്യാസമാണ്, അതിന്റെ ഈ അറ്റത്ത് നിന്ന് ഒരു തൊടുവര, ഒരു ടാൻജന്റ് അല്ലെ, അതുപോലെ ഈ അറ്റത്ത് നിന്ന് ഒരു ടാൻജന്റ്. ഓക്കെ, ഇനി ഈ വ്യാസം അല്ലെ, ഈ ഡയമീറ്റർ, അതിന്റെ ഈ അറ്റത്ത് നിന്ന് അടുത്തൊരു തൊടുവര, ഈ അറ്റത്തു നിന്നും അടുത്തൊരു തൊടുവര, അതായത് ടാൻജന്റ്. ഇത്ര വരച്ചിട്ടുണ്ട്. ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? വാട്ട് കൈൻഡ് ഓഫ് ക്വാഡ്രിലേറ്റർ ഡു ദേ ഫോം അല്ലെ. അപ്പൊ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഏത് തരം ക്വാഡ്രിലേറ്റർ, ഏത് തരം ചതുർഭുജമാണ് ഉണ്ടാവുക, നമുക്ക് കിട്ടുക. ഇവിടെ നമുക്കൊരു ചതുർഭുജം കിട്ടിയിട്ടുണ്ട് അല്ലെ, അതായത് ഒരു ക്വാഡ്രിലേറ്റർ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ ക്വാഡ്രിലേറ്ററിന് എന്താണ്, ഏത് ടൈപ്പ് ക്വാഡ്രിലേറ്റർ ആണ്? അതായത് ഇപ്പോൾ ഇത് സ്ക്വയർ ആണോ, അല്ലെങ്കിൽ റെക്ടാങ്കിൾ ആണോ, അല്ലെങ്കിൽ ഒരു പാരലോഗ്രാം ആണോ, ഇത് ഏത് ടൈപ്പ് ആണ് എന്നാണ് ചോദ്യം. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെയും നമ്മൾ എന്താണ് ഉപയോഗിക്കുക? ഞാൻ പറഞ്ഞത് അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഇവ തമ്മിൽ കൂടിച്ചേരുന്ന ഡിഗ്രി, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞല്ലേ, വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞു. ആ ആംഗിൾ എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും അല്ലെ. അപ്പൊ അതാണ് ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കിയാൽ ചോദ്യത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവ പരസ്പരം പെർപെൻഡിക്കുലർ ആണ്. അതുകൊണ്ട് നമുക്ക് ആദ്യം ചെയ്യാം, ഇതിങ്ങോട്ട് അല്ല 90 ഡിഗ്രി ആണ് ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, ആദ്യം ഒരു പേര് കൊടുക്കുക അല്ലെ. അപ്പൊ നമുക്ക് നോക്കിയാൽ ആദ്യം ഈ റേഡിയസ് അല്ല ഡയമീറ്ററിന് AB എന്ന് പേര് കൊടുത്തു. അടുത്തത് CD എന്നായിക്കോട്ടെ, CD. അപ്പോൾ ABCD അല്ലെ, രണ്ട് ഡയമീറ്ററുകൾ, രണ്ട് വ്യാസങ്ങൾ. ഇനി നമുക്ക് ഇതിന് PQRS ഓക്കെ അല്ലെ. അപ്പോൾ നമുക്ക് എഴുതാനും പറയാനൊക്കെ വളരെ എളുപ്പമായിരിക്കും. ഇനി എന്താണ് നമുക്ക് വേണ്ടത്? ഇനി നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ചോദ്യത്തിൽ പറഞ്ഞ പോലെ തന്നെ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? AB അല്ലെ, ഫസ്റ്റ് നമ്മൾ ഈ ഡയമീറ്റർ എടുക്കുന്നു, അതായത് ഈ വ്യാസം എടുക്കുന്നു. ഇനി AB ഏതിനൊക്കെ പെർപെൻഡിക്കുലർ ആണ്? AB PQന് പെർപെൻഡിക്കുലർ ആണ് അല്ലെ. നമ്മൾ കഴിഞ്ഞ ചോദ്യം ചെയ്ത പോലെ തന്നെ PQന് പെർപെൻഡിക്കുലർ ആണ്, അതായത് ഈ ആംഗിൾ 90 അല്ലേ. ടാൻജന്റും ഈ വ്യാസവും അല്ലെങ്കിൽ ഈ ഡയമീറ്ററും ചേരുന്ന ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം എന്ത് എഴുതാം? AB ഈസ് പെർപെൻഡിക്കുലർ ടു PQ. AB PQന് പെർപെൻഡിക്കുലർ ആണ്. അതുപോലെ തന്നെ നമുക്ക് എന്ത് എഴുതാം? ABയുടെ ഈ അറ്റാണ് B അല്ലെ. ഇവിടെ എന്താണ്, വേറൊരു ടാൻജന്റ് ഉണ്ടല്ലോ, ഉണ്ട് അല്ലെ, SR എന്ന് പറഞ്ഞ ടാൻജന്റ് ഉണ്ട്. അപ്പൊ നമുക്ക് അതും കൂടി എഴുതിക്കൂടെ? അപ്പൊ അത് എഴുതാം, AB ഇസ് ഓൾസോ പെർപെൻഡിക്കുലർ ടു ഏതിന്? SR. അപ്പൊ AB PQന് പെർപെൻഡിക്കുലർ ആണ്, AB SRന് പെർപെൻഡിക്കുലർ ആണ്. കഴിഞ്ഞ ചോദ്യത്തിൽ പറഞ്ഞു ഒരു ലൈനിന് പെർപെൻഡിക്കുലർ ആയി രണ്ട് വരകൾ ഉണ്ടെങ്കിൽ അവ രണ്ടും എന്തായിരിക്കും? പാരലലായിരിക്കും അല്ലെ. ഒരു ലൈനിന്, P ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് രണ്ട് വരകളുണ്ട്. അപ്പൊ ഈ രണ്ട് ലൈനും എന്തായിരിക്കും? അത് പാരലലായിരിക്കും അല്ലെ. അപ്പൊ ഇവിടെ നിന്നൊക്കെ AB പെർപെൻഡിക്കുലർ PQ ആണ്, AB പെർപെൻഡിക്കുലർ SR ആണ്. അങ്ങനെയാണെങ്കിൽ PQവും SR എന്തായിരിക്കും? PQവും SRും പാരലലായിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് എഴുതാം, therefore PQ ഈസ് പാരലൽ ടു SR. PQ SRന് പാരലാണ്. അപ്പൊ ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിന്റെ റീസൺ വേണമെങ്കിൽ എഴുതി വെക്കാം അല്ലെ. അപ്പൊ ഓർമ്മയില്ലാത്ത അതും കൂടി ഒന്ന് എഴുതി വെച്ചോളൂ. എന്താണ്? ദി ടാൻജന്റ് അറ്റ് എ പോയിന്റ് ടു എ സർക്കിൾ ഈസ് പെർപെൻഡിക്കുലർ ടു ദി ഡയമീറ്റർ ത്രൂ ദാറ്റ് പോയിന്റ് അല്ലെ. അത് വേണമെങ്കിൽ എഴുതാം. ഇതിന്റെ റീസൺ ഒന്ന് എഴുതി വെക്കാം. ദി ടാൻജന്റ് അറ്റ് എ പോയിന്റ് ടു എ സർക്കിൾ ഈസ് പെർപെൻഡിക്കുലർ ടു ദി ഡയമീറ്റർ ത്രൂ ദാറ്റ് പോയിന്റ്. അത് വേണമെങ്കിൽ ഒന്ന് എഴുതി വെക്കാം റീസൺ ആയിട്ട് അല്ലെ. അപ്പൊ മലയാളം മീഡിയക്കാരൻ എന്ത് എഴുതണം? ഒരു വൃത്തത്തിലെ ഒരു ബിന്ദുവിലൂടെയുള്ള ടാൻജന്റ്, അതായത് തൊടുവര, ആ ബിന്ദുവിലൂടെയുള്ള വ്യാസത്തിന് ലംബമാണ് അല്ലെ. അപ്പൊ അങ്ങനെ നമ്മൾ മലയാളം മീഡിയക്കാർ എഴുതി വെക്കാം. ഇപ്പൊ നമ്മൾ എന്താണ് എഴുതിയത്? PQ പാരലൽ ടു SR എന്ന് എഴുതി അല്ലെ. PQ SRന് പാരലാണെന്ന് എഴുതി അല്ലെ, പാരലാണെന്ന് എഴുതി. ഇവിടെ നോക്കിയാൽ എന്താണ് സംഭവം? ഇത് രണ്ടും 90 ഡിഗ്രി ആണ് അല്ലെ, 90 ഡിഗ്രി. അതുപോലെ തന്നെ നോക്കിയാൽ ഈ CD എന്ന് പറയുന്നത് 90 ഡിഗ്രി തന്നെ അല്ലേ അല്ലെ. ഈ CD എന്ന് പറയുന്നതും ഇതായിട്ട് അല്ലെ, ഈ ലൈനായിട്ട് 90 ഡിഗ്രി തന്നെയാണ് അല്ലെ. അങ്ങനെയാണ് നമുക്ക് എന്ത് പറയാം? ഇതിന്റെ കൂടെ തന്നെ PQ പാരലൽ ടു SR ആണ്, അതുപോലെ തന്നെ അത് എന്തിന് പാരലാണ്? അത് CDക്കും പാരലാണ് അല്ലെ. അങ്ങനെ എഴുതിക്കൂടെ? മനസ്സിലായില്ലേ? ഈ ലൈൻ ഏതിനൊക്കെ പെർപെൻഡിക്കുലർ ആണ്? PQന് പെർപെൻഡിക്കുലർ ആണ്, CDക്ക് പെർപെൻഡിക്കുലർ ആണ്, SRന് പെർപെൻഡിക്കുലർ ആണ് അല്ലെ. അതെന്തുകൊണ്ടാണ്? ഈ ആംഗിളുകളൊക്കെ 90 ഡിഗ്രി ആണ്. അതുകൊണ്ട് നാം എഴുതി PQ ഈസ് പാരലൽ ടു SR, അതുപോലെ തന്നെ പാരലൽ ടു CD.
ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ ഈ ഡയമീറ്റർ ആണ് എടുത്തത് അല്ലെ. ഇനി നമുക്ക് ഈ ഡയമീറ്റർ എടുത്ത് നോക്കാം, സി ഡി എന്ന് പറഞ്ഞ ഡയമീറ്റർ അല്ലെ. അപ്പൊ ഇതുപോലെ നമുക്ക് എന്ത് എഴുതാം, സി ഡി ഈസ് പെർപെൻഡിക്കുലർ ടു, ഏതിനൊക്കെ സി ഡി പെർപെൻഡിക്കുലർ ആണ്. ഇവിടെ നോക്കിയേ, ഇത് ഒരു ടാൻജന്റ് ആണ് അല്ലെ, ക്യു ആർ ഒരു ടാൻജന്റ് ആണ് അല്ലെ. അതായത് ഈ ആംഗിൾ എത്ര ആയിരിക്കും, 90 ഡിഗ്രി വെച്ചായിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, സി ഡി ഈസ് പെർപെൻഡിക്കുലർ ടു ക്യു ആർ. ക്യു ആറിന് പെർപെൻഡിക്കുലർ ആണ് അല്ലെ. അതുപോലെ തന്നെ നോക്കിയാൽ ഇതിന്റെ ഈ അറ്റം അല്ലെ, അവിടെ ഒരു ടാൻജന്റ് ഉണ്ടല്ലോ, പി എസ് അല്ലെ. അപ്പൊ നമുക്ക് നോക്കിയാൽ ഇവിടെ 90 ഡിഗ്രി അല്ലെ, ഇത് 90 ഡിഗ്രി ആയിരിക്കും. അതായത് അപ്പൊ നമുക്ക് ഒന്നും കൂടി ഇവിടെ എഴുതിയ പോലെ തന്നെ ഒന്നുകൂടി എഴുതാം, സി ഡി ഈസ് പെർപെൻഡിക്കുലർ ടു പി എസ് അല്ലെ. അപ്പൊ ഇതേപോലെ തന്നെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, സി ഡി ക്യു ആറിന് പെർപെൻഡിക്കുലർ ആണ്, സി ഡി ഈ പി എസിന് പെർപെൻഡിക്കുലർ ആണ്. അങ്ങനെയാണെങ്കിൽ ക്യു ആറും പി എസ് എന്തായിരിക്കും, ദെർഫോർ ഇതുവരെ ഉണ്ട് അല്ലെ, ക്യു ആർ ഈസ് പാരലൽ ടു പി എസ് അല്ലെ. പി എസ് ക്യു ആറ് പി എസിന് പെർപെൻഡിക്കുലർ ആണ്, സോറി പാരലാണ്. അതുപോലെ തന്നെ നോക്കിയേ, ഇവിടെ നോക്കിയേ അല്ലെ, ഈ ലൈനും ഉണ്ട്. നമ്മൾ നേരത്തെ ഇങ്ങനത്തെ കേസ് പറഞ്ഞ പോലെ തന്നെ ഈ ലൈൻ നോക്കിയാൽ ഇവിടെയും ഈ ആംഗിൾ 90 തന്നെ അല്ലേ അല്ലെ. അങ്ങനെയാണെങ്കിൽ എ ബിയും ഏതിന് പാരലാണ്, ഇവയ്ക്ക് അല്ലെ. അതായത് ക്യു ആർ ഈസ് പാരലൽ ടു പി എസ്, അത് ഏതിന് പാരലായിരിക്കും, എ ബിക്കും പാരലായിരിക്കും. അങ്ങനെയാണെങ്കിൽ നാം ആദ്യം എന്ത് എഴുതി, പി ക്യൂവും സി ഡിയും എസ് ആറും പാരലാണെന്ന് എഴുതിയേ അല്ലെ. അപ്പൊ ഇത് മൂന്നും പാരലാണ്. പിന്നെ അടുത്ത സ്റ്റെപ്പ് നമ്മൾ എന്ത് എഴുതി, ക്യു ആറും പി എസും അല്ലെ, എ ബിയും. അതായത് ക്യു ആറും എ ബിയും പി എസും എന്താണ്, അത് മൂന്നും പാരലാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ നോക്കി എന്തായിരിക്കും, ഈ മൂന്നെണ്ണത്തിന്റെ ലെങ്ത്തുകൾ ഈക്വൽ ആയിരിക്കും അല്ലെ. അതായത് പി ക്യൂവും സി ഡിയും എസ് ആറും ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, പി ക്യൂ സീക്വൽ ടു സി ഡി അല്ലെ, സീക്വൽ ടു എസ് ആർ അല്ലെ. അതായത് പി ക്യൂവും സി ഡിയും എസ് ആറിനും ഈ നീളങ്ങൾ തുല്യമായിരിക്കും അല്ലെ. അതുപോലെ തന്നെ ഏത് നീളങ്ങൾ തുല്യമായിരിക്കും, പി എസും എ ബിയും ക്യു ആറും തുല്യമായിരിക്കും. അപ്പൊ പി എസ് സീക്വൽ ടു ക്യു ആർ സീക്വൽ ടു എ ബി. അതായത് പി ക്യൂവും സി ഡി അല്ലെ, പി ക്യൂവും സി ഡിയും എസ് ആർ ഈക്വൽ ആണ്. പി ക്യൂ സി ഡി എസ് ആർ അല്ലെ. അപ്പൊ നമുക്ക് നോക്കിയാൽ പി ക്യൂവും എസ് ആറും ഈക്വൽ ആണ് നമ്മൾ എഴുതിയിട്ടുണ്ട് അല്ലെ. അപ്പൊ പി ക്യൂ എസ് ആർ ഈക്വൽ ആണ്. മാത്രമല്ല നമ്മൾ ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്, പി ക്യൂവും എസ് ആറും പാരലാണെന്ന് എഴുതിയിട്ടുണ്ട് അല്ലെ. അപ്പൊ പി ക്യൂവും എസ് ആറും പാരലാണ്, അവ ഈക്വൽ ആണ്. അപ്പൊ ഈ രണ്ട് എതിർവശങ്ങൾ ഈക്വൽ ആണ്, പാരലാണ്. പിന്നെ നമ്മൾ നോക്കിയാൽ പി എസും ക്യു ആറും ഈക്വൽ ആണെന്ന് എഴുതിയിട്ടുണ്ട്. മാത്രമല്ല പി എസും ക്യു ആറും പാരലാണെന്ന് എഴുതിയിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇവ രണ്ടും പാരലാണെന്ന് എഴുതി. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി, എതിർവശങ്ങൾ ഈക്വൽ ആണ്, പാരലാണ് അല്ലെ. അപ്പൊ അതെന്തായിരിക്കും, അത് ഒരു സമാന്തരികമായിരിക്കും അല്ലെ, അതായത് പാരലോഗ്രാം ആയിരിക്കും. അപ്പൊ അത്രയും നമുക്ക് കിട്ടി. ഇനി നോക്കിയേ, ഇനി നമുക്ക് ഈ ആംഗിൾ എടുത്തു നോക്കാം. ഈ ആംഗിൾ എത്രയായിരിക്കും, ഇവിടെ 90, ഇവിടെ 90, ഇവിടെ 90. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും അല്ലെ, ആകെ എത്രയാണ്, 360. ഇത് മൂന്നും 90 ആണെങ്കിൽ എത്രയായിരിക്കും, ഇതും 90 ആയിരിക്കണം അല്ലെ. ഇവിടെയോ ഇത് മൂന്നും 90 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഇതും 90 ആയിരിക്കണ്ടേ, 90 ആയിരിക്കും. ഇവിടെയോ, ഇവിടെയും അതന്നെ സ്ഥിതി അല്ലേ, ഇതും 90 ആയിരിക്കും. ഇവിടെയോ, ഇവിടെയും 90 ആയിരിക്കും. അപ്പൊ നമുക്ക് അടുത്ത് എന്ത് എഴുതാം, ആംഗിൾ പി സീക്വൽ ടു ആംഗിൾ ക്യൂ സീക്വൽ ടു ആംഗിൾ ആർ സീക്വൽ ടു ആംഗിൾ എസ് സീക്വൽ ടു, ഇപ്പം നാലിന്റെയും അളവ് എത്രയാണ്, 90 ഡിഗ്രി അല്ലേ. അപ്പൊ നമുക്ക് ഈ കോർണറുകളുടെ ഡിഗ്രിയും കിട്ടി, അതിന്റെ അളവും കോണളവും കിട്ടി, എത്രയാണ്, 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഇതെന്തായി മാറി, ഈ ചതുർഭുജം ഒരു റെക്റ്റാങ്കിൾ ആയി മാറി അല്ലെ. ഇപ്പൊ ഓപ്പോസിറ്റ് സൈഡുകൾ ഈക്വൽ ആണെന്ന് നമ്മൾ തെളിയിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ ആംഗിളുകൾ എന്താണ് തെളിയിച്ചു, അത് 90 ഡിഗ്രി ആണെന്ന് തെളിയിച്ചു അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും, ഇത് ഒരു റെക്റ്റാങ്കിൾ ആണ്, ഒരു ചതുരമാണ് അല്ലെ. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ എ ബി എന്ന് പറയുന്നതാണ് ഡയമീറ്റർ ആണ് അല്ലെ, വ്യാസമാണ്. സി ഡി എന്ന് പറയുന്നത് വ്യാസമാണ് അല്ലെ. അപ്പൊ ഒരു സർക്കിളിലെ വ്യാസങ്ങൾക്കൊക്കെ തുല്യ നീളമല്ല ഉണ്ടാവുക അല്ലെ. അപ്പൊ എ ബിയുടെ നീളം തന്നെ ആയിരിക്കും സി ഡിക്ക് ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ സി ഡിയും പി ക്യൂവും എസ് ആർ ഈക്വൽ ആണെന്ന് പറഞ്ഞു അല്ലെ. അതായത് പി ക്യൂവും സി ഡിയും എസ് ആർ ഈക്വൽ ആണെന്ന് പറഞ്ഞു. പിന്നെയോ പി എസും ക്യു ആറും എ ബിയും ഈക്വൽ ആണെന്ന് പറഞ്ഞു അല്ലെ. പി എസും ക്യു ആറും എ ബിയും ക്യു ആറും ഈക്വൽ ആണെന്ന് പറഞ്ഞു അല്ലെ. അതേസമയം നാം ഇപ്പൊ എന്താണ് പറഞ്ഞത്, എ ബിയും സി ഡിയും ഈക്വൽ ആണ് അല്ലെ. അതായത് ഇതിലെ എ ബിയും ഇതിലെ സി ഡിയും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് കിട്ടും നമുക്ക്, ഇവരെല്ലാവരും ഈക്വൽ ആയിരിക്കും അല്ലെ. ഇത് എത്ര അളവാണോ അതാണ് ഇതും.
അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ എന്തായിരിക്കും? ഒരേ അളവ് തന്നെ ആയിരിക്കും അല്ലേ? അതായത് ഇതിന്റെ നീളവും ഇതും ഒക്കെ എല്ലാം എന്തായിരിക്കും? ഒരൊറ്റ അളവായിരിക്കും അല്ലേ? തുല്യമായിരിക്കും. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? സിൻസ് AB ഈക്വൽ ടു AB ഈക്വൽ ടു CD, AB-യും CD-യും ഈക്വൽ ആയതുകൊണ്ട് അല്ലെ, AB-യും ഇതിലത്തെ AB-യും ഇവിടുത്തെ CD ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? ഇവ 6 പേര് ഈക്വൽ ആയിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ എന്ത് എഴുതി? സിൻസ് AB ഈക്വൽ ടു CD, AB-യും CD-യും ഈക്വൽ ആയതുകൊണ്ട്. അതിനെന്താ കാരണം? അത് ഡയമീറ്റർ ആണ് അല്ലെ, ഡയമീറ്റർ ആണ്, അതായത് വ്യാസമാണ്. നമുക്ക് എന്ത് എഴുതാം? ഈ വശങ്ങൾ 4 ഈക്വൽ ആണെന്ന് എഴുതിക്കൂടെ അല്ലെ. അപ്പൊ എന്ത് എഴുതാം? PQ ഈക്വൽ ടു QR ഈക്വൽ ടു SR ഈക്വൽ ടു PS. അതായത് PQവും QRും SRും PS-ഉം ഒക്കെ ഈക്വൽ ആണ് അല്ലെ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? നോക്കിയേ, ഇവിടെ എല്ലാ വശങ്ങളും ഈക്വൽ ആണ്, മാത്രമല്ല ഈ ആംഗിളുകളൊക്കെ 90 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ അതിന് ആ ചതുർഭുജത്തെ നാം എന്ത് പറയും? ഒരു സ്ക്വയർ എന്ന് പറയും അല്ലെ, അതായത് സമചതുരം എന്ന് പറയും. മനസ്സിലായല്ലോ? അതുകൊണ്ട് ഇതെന്താണ്? ഇതൊരു സമചതുരമാണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഇറ്റ് ഈസ് എ സ്ക്വയർ. ഇതൊരു സമചതുരമാണ്, ഒരു സ്ക്വയർ ആണ്. അപ്പൊ ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ്, പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ഭാഗമാണ് ടാൻജൻസ് ആൻഡ് ആംഗിൾസ് അല്ലെ. അപ്പൊ അത് നമുക്ക് നമ്മുടെ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.